കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പലിശയിൽ ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവായവനു വേണ്ടി അത് ശേഖരിക്കുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, വഴികൾ വേണ്ടി പലിശയ്ക്ക് കൊടുത്ത് അധിക പലിശ ഉണ്ടാക്കുന്നവർ അവർ തങ്ങൾക്കല്ല ലാഭം ഉണ്ടാക്കുന്നത്, അഗതികളോട് ദയാലുവായി കൃപാലുവായി ഇരിക്കുന്നവർക്ക് വേണ്ടി സമ്പത്ത് ചേർത്ത് വയ്ക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് സമൂഹത്തിൽ നോക്കുമ്പോൾ അധികം പേരും ആത്മഹത്യ ചെയ്യുന്നത് കടം വർദ്ധിച്ചിട്ടാണ്. ഇന്ന് ഏത് കുടുംബത്തെ എടുത്ത് നോക്കിയാലും എനിക്ക് കടമുണ്ടെന്ന് പറയുന്ന സാധാരണക്കാരെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൽ അവർ കരഞ്ഞ് വിലപിച്ച് കിട്ടുന്ന വരുമാനത്തിൽ കൊണ്ട് തങ്ങളുടെ വീടുകൾ പോറ്റുവാൻ പോലും നിവൃത്തിയില്ലാതെ പലിശ കൊടുത്ത് മുടിയുന്നവർ അനേകരുണ്ട്. പ്രിയ ദൈവ പൈതലെ, നാം എങ്ങനെയുള്ളവരാണ്? അധിക പലിശ വാങ്ങി സമ്പത്ത് ചേർക്കുന്നവരാണോ? പക്ഷേ ഇവിടെ ബൈബിൾ പറയുന്നത് പറഞ്ഞാൽ അങ്ങനെ സമ്പത്ത് ചേർക്കുന്നവർ അഗതികളോട് മനസ്സലിവുള്ളവന് വേണ്ടി സമ്പത്ത് ചേർക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ അധിക പലിശ വാങ്ങുന്നത് നമുക്കോ നമ്മുടെ തലമുറയ്ക്കോ അത് ഉപകരിക്കത്തില്ല, അത് നമ്മുടെ കൈവിട്ട് പോകുമെന്ന് വചനം പറയുന്നു. പ്രിയ ദൈവ പൈതലെ, നമ്മുടെ കയ്യിൽ ദൈവം സമ്പത്ത് തരുമ്പോൾ അത് മിതമായ പലിശ വാങ്ങി അടുത്തവർക്ക് നാം ഉപകാരമായി ഇരുപ്പാൻ തക്കവണ്ണവും, അല്ലെങ്കിൽ നാം പലിശയ്ക്ക് കൊടുക്കാതെ തന്നെ അടുത്തവർക്ക് കൈവായ്പയായിട്ട് കൊടുത്ത് നാം അവരെ സഹായിക്കുന്നവരായിരിക്കണം. പ്രിയ ദൈവ പൈതലെ, ഇന്നു മുതൽ നാം ഒരു തീരുമാനമെടുക്കണം. നിങ്ങൾ അധിക പലിശയ്ക്ക് പണം കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു അധിക പലിശ വാങ്ങാതെ മിതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം കൃപ ചെയ്യട്ടെ. പ്രിയ ദൈവ പൈതലെ, ഓരോരുത്തരും പലിശ കൊടുക്കുവാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് കരയുമ്പോൾ ആ കരച്ചിൽ ദൈവസന്നിധിയിലാണ് എത്തുന്നത്. ദൈവം അതിൽ ഇറങ്ങി ന്യായം തീർക്കുകയും ചെയ്യും. ആയതുകൊണ്ട് ഈ വചനത്തിൽ പറയുന്നത് പോലെ നാം തലമുറയ്ക്ക് ശാപങ്ങൾ വരുത്തി വയ്ക്കാതെ, എന്ന് പറഞ്ഞാൽ തലമുറയ്ക്ക് അത് തങ്ങത്തില്ല എന്ന് പറയുന്നു, അന്യന് തന്നെ ഉപകരിക്കുമെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു ശാപം നമുക്കോ നമ്മുടെ തലമുറയ്ക്ക് വരാതെ വണ്ണം നാം കർത്താവോട് പ്രാർത്ഥിച്ച് കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമ്പത്തുകൾ കർത്താവേ, ഞങ്ങൾക്ക് അധിക പലിശയ്ക്ക് കൊടുത്ത് കർത്താവേ അങ്ങേയും ജനങ്ങളെയും കർത്താവ് വേദനിപ്പിക്കാതെ വേണം അങ്ങയുടെ തിർക്കരങ്ങൾ കൊണ്ട് കർത്താവെ ഞങ്ങളെ താങ്ങി വഴി നടത്തണമേ. അങ്ങയുടെ രാജ്യത്തിൽ വരുവോളം കരം പിടിച്ച് നടത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.